കേരളത്തിലെ പ്രമുഖയായ ഒരു രാഷ്ട്രീയ പ്രവർത്തക അവരുടെ പാർട്ടിക്കെതിരെ കഴിഞ്ഞ ദിവസം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയപ്പോൾ പറഞ്ഞ ഒരു സുപ്രധാന വാചകമുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ മതേതരത്വം ഭൂഷണമല്ല. കേരളത്തിൻ്റെ മതേതരത്വത്തിനുമേൽ വലിയ പോറലുകൾ ഉണ്ടാകുന്നൊരു കാലത്ത് നൂർബിന റഷീദ് എന്ന വനിതാ ലീഗിൻ്റെ മുൻ അഖിലേന്ത്യാ ഭാരവാഹിയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നൂർബിന റഷീദിനെ കുറിച്ചല്ല. അവർ ഉയർത്തിവിട്ട ആ വാചകം മതേതരത്വം പുലരണം എന്ന അർത്ഥത്തിൽ വായിച്ചെടുക്കണം. കപട മതേതരത്വം എന്ന അപകടകരമായ സംഗതി കൂടി അവരുടെ വാക്കുകളുടെ ഉള്ളടക്കത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഞാൻ വായിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഒരു വാചകമുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ BJPയുടെ PRO ആര്? മറ്റാരുമല്ല, LDFനായി ചുക്കാൻ പിടിച്ച ലേഡി ജേർണലിസ്റ്റായ ചാവേർ ആണെന്നാണ് കരക്കമ്പി. ആരാണ് ആ മുൻ ജേർണലിസ്റ്റായ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ PR സ്ട്രാറ്റജിസ്റ്റ്? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വാർത്തകളെയും വിശകലനങ്ങളെയും ഇഴകീറി പരിശോധിക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അപർണ സെൻ എന്നൊരു മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു ഇവിടെ. റിപ്പോർട്ടർ TVയുടെ ആരംഭകാലം മുതൽ ഇപ്പോൾ ചാനൽ നടത്തുന്ന പുതിയ മാനേജ്മെൻറ്റ് വരുന്നതുവരെ അവിടെ ജോലി ചെയ്ത ജേർണലിസ്റ്റാണ്. അവിടെ നിന്നും പടിയിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അപർണ ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവരായിരുന്നു ഇന്നാട്ടിലെ മനുഷ്യർ. അവരിലേറെയും സൈബർ കമ്മികൾ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന, കടന്നൽ കൂട്ടമെന്നറിയപ്പെടുന്ന CPMകാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഒക്കെയായിരുന്നു. നികേഷ് കുമാറും അപർണ സെന്നും മാത്രമായി റിപ്പോർട്ടർ TV ചുരുങ്ങിപ്പോയ കാലത്താണ് ഇങ്ങനെയൊരു മാധ്യമ പ്രവർത്തകയെ കേരളത്തിലെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത്. നികേഷ് കുമാറിന് പകരക്കാരിയായി ചർച്ച നയിച്ച് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ അക്കാലത്ത് അപർണയ്ക്ക് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും സംഘപരിവാർ വിരുദ്ധവും ഇടതനുകൂലവുമായ അപർണയുടെ നിലപാട് മലയാളി കണ്ടു കേട്ടു. കൂടുതൽ മികവാർന്ന വാർത്താനുഭവം സമ്മാനിക്കാൻ 2011 റിപ്പോർട്ടർ TVയുടെ തുടക്കകാലത്തും പ്രതാപകാലമായ 2012 2013 ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു അപർണയുടെ സ്ഥാനം. അപർണയെന്നല്ല, ഞാനടക്കം എത്രയോ പേർ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. ജേർണലിസ്റ്റുകൾ എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവർ എന്ന പൊതുധാരണ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും വിശദമായി പറഞ്ഞത്. ഒരുമിച്ച് ജോലി ചെയ്തവർ എന്ന നിലയ്ക്ക് അന്നു മുതലേ ഉള്ള സൗഹൃദം ഞങ്ങൾക്കൊക്കെ ഇപ്പോഴുമുണ്ട്. എന്നാൽ പുതിയ മാനേജ്മെൻറ്റ് അപർണയെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്ന സാഹചര്യമുണ്ടായത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ അപർണയുടെ ഫാൻ ബേസ് അടിവെച്ചുയർന്നു. ഫേസ്ബുക്കിൽ അപർണയ്ക്ക് ഐക്യദാർഢ്യ പോസ്റ്റുകൾ നിരനിരയായി വന്നുകൊണ്ടേയിരുന്നു. ഇതിന് പിന്നാലെ SFIയുടെ, DYFIയുടെ, CPMൻ്റെ നിരവധി സമ്മേളന വേദികളിലും സെമിനാർ വേദികളിലും സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്ന ഉശിരൻ പോരാളിയെപ്പോലെ അപർണ നിലകൊണ്ടു. റിപ്പോർട്ടർ TVയിൽ നിന്ന് ആൻഡ്രോ അഗസ്റ്റിനും സംഘവും ഒഴിവാക്കിയ അപർണ സെന്നിനെ കേരളീയ ഇടതുപക്ഷം ഏറ്റെടുത്തു എന്ന് പറയുന്നതാകും ഏറ്റവും ഉചിതമായ വാചകം. അപർണയുടെ വാക്കുകൾ കേൾക്കാൻ ആളുകളുണ്ടായി. ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാൽ അത് വൈറലാകാൻ മിനിറ്റുകൾ മാത്രം മതിയെന്നായി. സംഘപരിവാറിനെതിരെ ഒറ്റയ്ക്ക് ശബ്ദിക്കുന്ന വലിയൊരു നാവായി അപർണ മാറി. അപർണ സെൻ എന്ന ജേർണലിസ്റ്റിക് ആക്ടിവിസം നടപ്പിലാക്കിയെടുത്തു. റിപ്പോർട്ടറുടെ തുടക്കത്തിൽ കാണുന്ന ആരോരും അറിയാത്ത ഒരു ജേർണലിസ്റ്റിൽ നിന്ന് ഇടത് ആക്ടിവിസ്റ്റായ സൈബർ മേഖലയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളായി അപർണ മാറി. ചില CPM നേതാക്കളുമായുള്ള ബന്ധം വെച്ച് നോക്യാപ്പ് എന്ന ഓൺലൈൻ മാധ്യമ സംരംഭത്തിനും തുടക്കം കുറിച്ചു. കുറച്ചു കാലം അതിൽ അപർണ നിറഞ്ഞു നിന്നു. പിന്നീട് അപർണയെ കാണാതായി. ഏതാണ്ട് ഒരു കൊല്ലത്തോളമായി പഴയ പോലെ രാഷ്ട്രീയ പോസ്റ്റുകൾ അപർണയുടെ ഫേസ്ബുക്ക് വാളിൽ കാണാനേ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക്
ജേർണലിസത്തിൽ നിന്ന് PR വർക്കിലേക്ക് അപർണ കടന്നതായി വിവരം ലഭിച്ചു. ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ജോലി ചെയ്യുന്ന ലിനിഷ മാങ്ങാട് PR ജോലി ചെയ്യിച്ചിട്ട് അപർണ പണം തന്നില്ലെന്ന പരാതി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിന് അപർണ മറുപടി കൊടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല. ഒന്നുറപ്പായി, അപർണ ജേർണലിസത്തിൽ നിന്ന് പബ്ലിക് റിലേഷൻ എന്ന ലക്ഷങ്ങൾ മറിയുന്ന പണിയിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. സ്വന്തം PR കമ്പനിയാണെന്നോ മറ്റാരുടെയോ PR കമ്പനിയിൽ നിശ്ചിത ശതമാനം ഓഹരിയുണ്ടെന്നോ എന്നുമൊക്കെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ PR പണി BJPക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞപ്പോൾ അത് കേട്ടവർക്കുണ്ടായ ഞെട്ടൽ വിവരണാതീതമാണ്. ഇടതുപക്ഷം, വിശിഷ്യ CPM അപർണയ്ക്ക് കൊടുത്ത സ്പേസാണ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്. അപർണ പങ്കെടുത്ത CPMൻ്റെ വർഗ ബഹുജന സംഘടനകളുടെയൊക്കെ പരിപാടികളിൽ അവരെ കേട്ടിരുന്ന മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു. സാമ്രാജ്യത്വത്തോട്, വർഗീയതയോട്, വലതുപക്ഷ രാഷ്ട്രീയത്തോട്, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തോട്, നിയോ ലിബറൽ നയങ്ങളോട് നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഒരു ജനസഞ്ചയമാണ് ഇടതുപക്ഷം എന്നത്. അവിടെ അപർണയെപ്പോലെ നേരമൊന്നിരുട്ടി വെളുത്തപ്പോൾ സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായ, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ, PR ഏജൻ്റായ ഒരുവളെ ഇനി അവർ ഏത് കണ്ണിലൂടെയാകും കാണുക? കൊടിയ വഞ്ചനയുടെ, കൊടും ചതിയുടെ ആൾരൂപമായി മാത്രമല്ലേ ഈ ഇടത് ജനസഞ്ചയത്തിന് അവരെ ഇനി കാണാൻ കഴിയൂ? പ്രശാന്ത് കിഷോറും സുനിൽ കനകോലവും താനുമൊക്കെ ചെയ്യുന്നത് ഒരേ ജോലിയല്ലേ എന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ കേട്ടു നിൽക്കുന്നവർ വണ്ടടിച്ചു പോകും. കഴിഞ്ഞ വർഷം ഡിസംബർ 31-ന് ഫേസ്ബുക്കിൽ അപർണ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: 2026 തിരിച്ചറിവുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പറന്നുയരാൻ ആഗ്രഹിക്കുന്ന വർഷമാണ്. ഇനി എപ്പോഴും ഇവിടെയൊക്കെ തന്നെ തുടരാനാണ് തീരുമാനം. പുതിയ രൂപവും ഭാവവും കൈവരിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ വർഷം. ദ വെയിറ്റിംഗ് ഈസ് ഓവർ, ദ മൊമെൻ്റ് ഓഫ് ടേക്ക് ഓഫ് ഹാസ് അറൈവ്. സത്യമായിരുന്നു. കൃത്യമായി സംഘപരിവാർ കൂടാരത്തിൽ സുരക്ഷിതമായി അപർണ സെൻ ലാൻഡ് ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ അപർണ. താമരത്തോണിയിലെ യാത്രയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇടതുപക്ഷക്കാരി ആയതുകൊണ്ട് എന്താണ് കുഴപ്പം? എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ലേ? മനുഷ്യർക്ക് രാഷ്ട്രീയം ഉണ്ടാകണം എന്നുള്ളതാണ്. അവർ ഏത് ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സംഘപരിവാർ രാഷ്ട്രീയത്തോടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോട് പൊതുവേ എനിക്കൊരു പുച്ഛം തോന്നാറുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും. ഈ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സിനോട് എനിക്ക് ഒട്ടും തന്നെ, അതൊരു രാഷ്ട്രീയമാണ്, അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. എനിക്കതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ്, ഇടതുപക്ഷ അനുഭാവമുള്ളയാളാണ്. സോഷ്യൽ മീഡിയയിൽ ഇടതടവില്ലാതെ ഇടപെടുന്ന ഇടതുപക്ഷക്കാരോടാണ്, നാട്ടിലൊക്കെ പരിപാടി സംഘടിപ്പിച്ച് ഇമാതിരി അവതാരങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്ന ഇടത് CPM സഹയാത്രികരോടാണ്, ഇത്തരം ടീമുകളെയൊക്കെ വിളിക്കുമ്പോൾ ഒരു 100 വട്ടം ആലോചിച്ചാലും തരക്കേടില്ല. നമ്മുടെ തടിക്ക് കേടുവരൂലല്ലോ. അടിമുടി ഇടതുവിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധതയും കൂടിച്ചേർന്ന സങ്കരയിനം ജീവികളാണ് 90% മാധ്യമപ്രവർത്തകരും. ബാക്കിയുള്ള 10% കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് താനും. പാർട്ടിയെയും പാർട്ടിക്കാരെയും ഉപയോഗിച്ച് നല്ലൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്ത് അതിലും നല്ല സമയം നോക്കി അത് കച്ചവടം ചെയ്യുന്ന ഏർപ്പാടാണ് അപർണയെ പോലുള്ളവർ ചെയ്യുന്നത്. പറഞ്ഞു വന്നത്, ഈ നാട്ടിൽ, കേരളത്തിൽ, മലയാള മണ്ണിൽ, ഈ ഭൂമിയുള്ള കാലമത്രയും മതേതരത്വം നിലനിൽക്കണം. അതിന് തുരങ്കം വെക്കാൻ അവസരമൊരുക്കുന്ന അപർണമാരെ, PR പണിക്കാരെ നമ്മൾ തിരിച്ചറിയണം, തടുക്കണം, കഴിയുമെങ്കിൽ തുരത്തണം. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. വിലയിരുത്തലുകളും വിമർശനങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും പങ്കുവെക്കാം. ജനാധിപത്യത്തിൽ വർഗീയതയാണ് ഏറ്റവും വലിയ വിഷമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.